നമുക്കൊരു വ്ലോഗും കൂടെ എടുക്കാം ഗൈസ്. എന്നിട്ട് എന്നെ വല്ലാതെ പുകഴ്ത്തിയും കൂടെ പറഞ്ഞു. എന്നെ പെണ്ണ് ഞാൻ ഇടാറുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയ്യേടി പുളിസി മിക്കാറും തറയിലെങ്ങാനും വീഴുന്ന ലക്ഷണമുണ്ട് ഈ പെണ്ണ്. നമ്മള് കുനിഞ്ഞു പോവുകയാണ് കേട്ടോ. എല്ലാരെയും കണ്ടു, എല്ലാരും കുനിയുന്നുണ്ടോ ഗൈസ്? അയ്യോ എന്റെ തല. ചില സമയത്ത് അഖിൽ ചേട്ടനെ മോനെ വിളിക്കുമ്പോ മോനോ എന്റെ മനസ്സിലാ. എന്റെ ചാരുവിന് എന്നെ എത്ര ഉത്തരവാദിത്വം അല്ലേ ചാരു? അഖിലല്ലേ പാവ, ഞാനാ പാവം. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ ചിരിക്കല്ലേ, ചിരിക്കാതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വിചാരിച്ചാൽ ഇന്ന് നമ്മള് മൺട്രോത്തുരത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം ഗൗരിയും ഗൗരിയുടെ 2 ഫ്രണ്ട്സും പിന്നെ എന്റെ കുഞ്ഞമ്മ എന്ന് കാണിച്ചിട്ട് തല മാറ്റി. കുഞ്ഞമ്മയും ചാരും ഒക്കെ ഉണ്ട്. എന്റെ അടുത്ത് പ്രത്യേകം അയച്ചേട്ടൻ പറഞ്ഞാ വിട്ടത്, ചാരുവിനെ നോക്കിക്കോണം, ആ വെള്ളത്തിലൊന്നും വീഴാതെ നോക്കിക്കോണം പറഞ്ഞാ വിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ നന്ദു വ്ലോഗ്സ് ഉണ്ട്. അപ്പം ഇവര് രണ്ടുപേരും, ഒരാള് തിരുവനന്തപുരം, ഒരാളിവിടെ പന്തളവാ. അപ്പൊ എന്തായാലും ഇവരെ കൊണ്ടുപോയി കറക്കാന്ന് വിചാരിച്ച് ഗൗരിയുടെ പ്ലാനിങ്ങിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പം ചീരങ്കാവ് എത്തി ഗായ്സ്. എന്തായാലും എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഗായ്സ് പറയാൻ വേണ്ടിട്ട്, എന്തോ ഭയങ്കര ഷൈ ആയി പോയതുപോലെ. എല്ലാരും എന്താന്ന് പറയാതെ ഈ നല്ലതല്ലേ ഒന്നും മിണ്ടുന്നില്ല ഗായ്സ്. എന്തെങ്കിലും ഗൗരി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടെ? ഒന്നും പറയാനില്ലെന്ന്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി എക്സ്ട്രോവേർട്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ അരുണമ്മയ്ക്ക്? ഇവര് രണ്ടുപേരും കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കുമല്ലേ ഗൗരി അരുണമ്മ. എനിക്കൊരു ദിവസം അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഉണ്ടല്ലോ ഗൈസ്, സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും നോക്കുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ല വാട്സാപ്പിലായാലും എന്തോത്തിലായാലും നോക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു അറിയാവുന്ന ഒരു മുഖം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേനും അരുണിമയായിരുന്നേ. അരുണിമയെ കണ്ടിട്ട് ഗൗരിയെ പോലെ ഇരിക്കും. ഇവര് രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഇരിക്കുവാണല്ലേ കുഞ്ഞമ്മേ? ആണ്. അന്നേരം ഞാൻ അത് പറയുകയും ചെയ്തു. നിന്നോടാണോ കുഞ്ഞമ്മയോടാണോ ആരോടോ ഒരാളോട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ നോക്കിയപ്പോ അരുണിമ. ഒന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ആയി തോന്നിയത് കോതയ്ക്കെന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്തെങ്കിലും പറയണ എനിക്കൊരു കൂട്ടിന് ഗായ്സ് എന്നെ ഇതിനെ വിളിച്ചോണ്ട് രാവിലെ എന്നെ വിളിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കും. വാ ഗായ്സ് നമുക്കൊരു വ്ലോഗും കൂടെ എടുക്കാം. എന്നെ രാവിലെ വിളിക്കുവോ ഗായ്സ്? രാവിലെ വിളിച്ചിട്ട് നമുക്കൊരു വ്ലോഗും കൂടെ എടുക്കാം ഗായ്സ്. എന്നിട്ട് എന്നെ വല്ലാതെ പുകഴ്ത്തിയും കൂടെ പറഞ്ഞു. അതെന്നെ പുകഴ്ത്തിയതാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്നെ പുകഴ്ത്തിയതൊന്നും ഞാൻ പറയുന്നില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം ഗായ്സ്. എന്നാ ഇച്ചിരി പുറത്തോട്ട് ഇറങ്ങട്ടോ. ഇപ്പൊ ഞാൻ ഭയങ്കര എന്താ പറയുന്ന ഒരു ഷൈ പോലെ ഉണ്ട് കേട്ടോ. ചാരു ഇവിടെ വരുന്നോണ്ട് കാടി ഇവർ ചാരിന് പറഞ്ഞു തരും ആണോ ഗൈസ്? ഇവര് 3 പേരും ഒരുപോലാന്ന് തോന്നുന്നു. ഇവര് 3 പേരും ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ? ചാരുവും ഞാനും ഏകദേശം ഒരുപോലെ. ഇവര് 3 പേരും ഇട്ടിട്ടുണ്ടോ? അതാ ഞാനും ചാരു ആണെങ്കിൽ കുറച്ചും കൂടെ കാണുന്ന രീതിക്ക് വീഡിയോയിൽ അറിയണം. അതുപോലെ ഗൈസ് ചാരു ഉടനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും അല്ലേ? ആണാണ് ചാരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാട്ടോ. അതാ എന്റെ കറക്റ്റ് സ്വഭാവമുള്ള ഒരാളെ ഉള്ളെന്ന് തോന്നുന്നു. ചാരുവിന് ഈ കുടുംബത്തിൽ എന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം ക്ലാസ് ഇറങ്ങാ. ഓ ഗൈസ് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുവോ? ഇപ്പൊ ഇറങ്ങി ഗൈസ്. അതുകൊണ്ടുണ്ടോ നിങ്ങളിവിടെ എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പം നമ്മൾ കണ്ടേ ഇവിടെ എത്തി. ആ ഗൈസ് ഒരു കുണുതാറ് വിട്ടോണ്ട് വന്നേക്കോ ഗൈസ് ഈ പെണ്ണ്. ഞാൻ ഇടാറുള്ളത് ഫ്രോക്ക്. അതിനകത്ത് പാൻറ് ഇല്ല ഗൈസ്, സോറി. അതുകൊണ്ട് ഇവിടെ ഇത്രയും വെള്ളമായിട്ട് കിടക്കും ഗൈസ്. ഞാൻ കാണിച്ചു തരാം വേണ്ടോ. ഇത് ഞങ്ങൾ അന്ന് വന്നപ്പോഴേ ഏതാണ്ട് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഈ ഷൂവിൻ്റെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിന്ന് ഈ വഴി കൂടെ ആണ് പോകുന്നത് കേട്ടോ ഗൈസ്. നമ്മൾ വരുന്നുണ്ടോ ഒറ്റയ്ക്കല്ല ഗൈസ്. ഇല്ല ഗൈസ് നമ്മൾ ഈ വഴി അങ്ങോട്ട് പോന്ന വേണോ? അവരങ്ങോട്ടേ പോയിട്ടുണ്ട്. നമ്മൾ അത്രയും പേരും കൂടെ അങ്ങോട്ട് നടന്നു പോവാ ഗൈസ്. ആ ചാക്കുമായിട്ട് പോയ ആളുടെ കൂടാണോന്ന് ചോദിച്ചു.
ഇനി നമ്മളെ ചാക്കിയിട്ടോണ്ട് പോകാനാണോ എന്നൊന്നും അറിയത്തില്ല. അറിയത്തില്ല. എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയ്യേടി പുളിസി അഖിലേട്ടൻ രക്ഷപ്പെട്ടു പറഞ്ഞതാണ്. പാവം ഞാനാന്ന് പറയണ്ടോ? അഖിലല്ല പാവം, ഞാനാ പാവം. ഈ കുഞ്ഞമ്മ ഒരു ആൺകൊച്ച് സ്നേഹിയ ആണാണ്. ചില സമയത്ത് അഖിൽ ചേട്ടനെ മോനെന്ന് വിളിക്കുമ്പോ മോനെ മനസ്സിൽ അപ്പൊ എന്നെ മോളെന്ന് വിളിക്കുന്നില്ല. അങ്ങനെ കാര്യം പറഞ്ഞ് എന്തായാലും വഞ്ചി കിടക്കുന്നിടത്തോട്ട് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും വഞ്ചി തൊഴിയുന്ന ആ മാമൻ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു വഞ്ചിയിൽ. കാര്യം കാറ്റൊക്കെ വരുമ്പോഴും പിന്നെ വെള്ളത്തിൻ്റെ ഓളം കൊണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലേ, അതുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ആദ്യം ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം കുഞ്ഞമ്മയെ തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മ തന്നെ ആദ്യം പോയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഗൗരിയുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഏറ്റവും അവസാനം കയറാതെ, പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഞാനല്ല കയറിയതെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഗൗരി ഓരോരുത്തരെയും ഇങ്ങനെ പിടിച്ച് കയറ്റുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. കുഞ്ഞമ്മയുടെ കയ്യിൽ മൊബൈലും കൊടുത്തിട്ടാണ് കയറുന്നത്. പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനും ചാരുവാണെന്ന് കയറിയതെന്ന് തോന്നുന്നു. അത് നന്ദുവണ്ണനാണോ ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അല്ല, ഏറ്റവും ലാസ്റ്റ് കയറിയത് ഞാനായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കും തോന്നിയത്. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, ഇരിക്കുന്ന പൊസിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ചിരിക്കുമായിരുന്നു. എന്തായാലും ഇച്ചിരി പേടിയാണെങ്കിൽ നന്ദോണ്ണ കണ്ട ആദ്യമേ നന്ദോണ്ണ എടുത്തിടുക. ഇവനാണ് ഭയങ്കര പേടി ഗൈസ്. അല്ല ഒരാള് ഫ്രണ്ട് ഇരിക്കുന്നു, ഒരാൾ അന്നേരം ഇങ്ങോട്ട് പോകും. എന്താണ് എല്ലാവർക്കും എടുത്തിട്ട് തരുക. ആ ചാരുവിനും കൂടെ കൊടുക്കണം. ചാരുവിന് വെറൈറ്റി ബ്ലൂ കൊടുത്ത്, എനിക്കും റെഡ് ഉണ്ട്. അണ്ണനും ഉണ്ടേ, ഇങ്ങനെ ഇടണോന്ന് ഓക്കെ. ഒരു മിനിറ്റ് ഗൈസ്, ഇതും കൂടെ കണ്ട അണ്ണാ, ഇത് ഇനിയുണ്ട് കണ്ട ഗൈസ്. ഞാനിങ്ങി വന്ന് ഫ്രണ്ട് ഇരുന്ന് കേട്ടോ, ഇവരെ എല്ലാം കാണണ്ടേ ഏട്ടാ. കൊച്ചി ആ കൊച്ചിന് സമാധാനം കൊടുക്ക്. ഗുണ്ട സുഖം കണ്ടാണെന്ന് തോന്നുന്നു. ഇതുപോലെ ആളെ ഇനിയുണ്ടോ ഗുണ്ട സുഖം? നമ്മളങ്ങനെ പോവാട്ടോ. ഞാൻ ഫ്രണ്ട് ഇരിക്കുക, കാര്യം ഇവരെയൊക്കെ കിട്ടണ്ടേ. ആ ഗൗരിയുടെ പകുതിയേ ഉള്ളൂ. ആ ഗൗരി ഫോൺ താത്തു വെക്കുകയും ആ ചാരുവിനെ എനിക്ക് അങ്ങനെ നന്ദു വ്ളോഗ്സ് നന്ദു അണ്ണ എടാ അണ്ണ നോക്ക് കുഞ്ഞമ്മേ മോളുടെ പേരെന്തുവാടാ? റുക്സാന. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കാണിച്ചു തരാം കാര്യം. നിങ്ങളിൽ എത്ര പേർക്ക് ഈ മൺട്രോത്തുരുത്തിൻ്റെ പ്രത്യേകത അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുതരാം. അഷ്ടമുടിക്കായലിൻ്റെ നടുവിൽ പ്രകൃതി ഭംഗി കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കൊല്ലത്തെ മനോഹരമായ ഒരു തുരുത്താണ് ഈ മൺട്രോത്തുരുത്തെന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ കുഞ്ഞു കനാലുകളിലൂടെ വള്ളയാത്രയും കണ്ടൽക്കാടുകളും സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടായിരുന്നു. പല വഞ്ചിയിൽ. ഈ വരുന്ന വഞ്ചിക്ക് ഈ കുട്ടവഞ്ചി എന്നെന്തോ ആണ് കേട്ടോ പറയുന്നത്. അതുമാത്രമല്ല, ഈ കണ്ടൽക്കാടുകളെ പറയുന്നത് കടൽ തീരത്തെ കാവൽക്കാരെന്നാണ്. ഈ കടൽക്ഷോഭത്തിൽ നിന്നും ശക്തമായ കാറ്റിൽ നിന്നുമൊക്കെ തീരപ്രദേശത്തുള്ളവരെ മൺട്രോത്തുരുത്ത് പോലെയുള്ള ദ്വീപുകളെയും സംരക്ഷിക്കുന്ന ഈ കാടുകളെന്നാണ് പറഞ്ഞു വരുന്നത്. പണ്ടെപ്പോഴോ സോഷ്യലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സാധാരണ മരങ്ങളെക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാൻ ഈ കണ്ടൽക്കാടുകൾക്കൊക്കെ കഴിവുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കേട്ടോ. പണ്ടത്തെ എന്തോ ഒരു ഓർമ്മ വെച്ച് ഞാനങ്ങ് കാച്ചി വിടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണേ. നമ്മൾ കുനിഞ്ഞു പോവുകയാണ് കേട്ടോ. എല്ലാവരെയും കണ്ടു, എല്ലാവരും കുനിയുന്നുണ്ടോ ഗൈസ്? അയ്യോ എൻ്റെ തല കണ്ടോ? അയ്യോ ഗൈസ് ഞാൻ വന്നാക്കി കണ്ടോ, എല്ലാവരും കുനിഞ്ഞിരുന്നു. ഓരോരുത്തരായിട്ട് നൂന്നോട്ടെ കണ്ടോ, എല്ലാവരും നൂന്ന്. എൻ്റെ ഈ കുഞ്ഞു പാലത്തിൽ കൂടെ നമ്മൾ വരുന്നത്. 5 പേര്
ചില സമയങ്ങളിൽ അത് ചവിട്ടി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഇല്ലേ ഞാൻ ഇതിനകത്ത് വന്നതാ. ഒരു ഗുണ്ട സുഖുവിനെ കണ്ടോ? മറ്റേ എല്ലാരും നീ ഇങ്ങോട്ട് നീ അങ്ങോട്ട് അണ്ട വെള്ളത്തിൽ പോയാലുണ്ടല്ലോ എന്നൊക്കെ പറയും. ആ ഇൻട്രോവേർട്ടായ ഗൗരിക്ക് കിട്ടിയ കൂട്ടുകാരി കൊള്ളാം. ചാരു ഒന്നും മിണ്ടുന്നില്ല, എന്ത് പറ്റിയെന്തോ. ചാരു പറഞ്ഞാണ്ടല്ലോ എല്ലാരും ചാരുവിനെ ആ അൽച്ചേട്ടാ ഇല്ല. ഞാൻ വിളിക്കും അഗിയെ, എല്ലായിടത്തും വിളിക്കും എൻ്റെ അഗിയെ. പക്ഷെ അഗി ഒന്നും വരത്തില്ല. ഫോട്ടോ എടുത്തതിനകത്തൊക്കെ എൻ്റെ കണ്ണങ്ങ് അടഞ്ഞു പോയി. കൈ വെയിൽ കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. നല്ല മിക്കാറും തറയിലെങ്ങാണം വീഴുന്ന ലക്ഷണമുണ്ട് ഈ പെണ്ണ്. മിക്കാറും പോവും. നനയ്ക്കങ്ങോട്ട് നനയ്ക്കണോ? നിന്നെ നനയ്ക്കാം, എന്നെ നനയ്ക്കല്ല. എന്റെ ഗായ്സ്, സത്യത്തിലേ ഈ ഇരിക്കുന്നതിനകത്ത് ഏറ്റവും സൈസ് പറഞ്ഞ ആള് ചാരു, അതിന് മുകളിൽ ഞാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി 24 ആയില്ല. 24 ഏപ്രിലായിരുന്നു കഴിഞ്ഞ്. ഇതിപ്പം ജൂലൈ 45. എന്റെ ബർത്ത്ഡേക്ക് എന്നാ എനിക്ക് എന്താ ആശുപത്രി കേക്ക് മുറിച്ച് കണ്ടോ? ഓർമ്മശക്തി എനിക്കാ കൂടുതൽ. ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുക. കുറച്ച് ഫോട്ടോ എടുത്തു, പക്ഷേ 2 ഫോട്ടോയിൽ ഞാൻ കണ്ണടച്ചിരിക്കുമോ ഗൈസ്. അതുകൊണ്ട് ചിലപ്പോഴേ ഞാൻ ഇടാൻ ചാൻസ് ഉള്ളൂ ഫോട്ടോസ് കേട്ടോ. ഭയങ്കര ചൂടാ, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അതിൻ്റെ സൗണ്ട് ഇച്ചിരി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ സൗണ്ട് കുറഞ്ഞല്ല ഗൈസ്, എന്ത് ചെയ്യാനാ, ഭയങ്കര ചൂട്. സൺസ്ക്രീൻ പൊത്തിയിട്ടിട്ടാണ് വന്നത്. കയറി നോക്കിക്കോ, കരുവാളിക്ക് ഞാൻ. ഇതിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു പാവമല്ല ഗൈസ്. ആ പാവം ഗൗരിയാ ഒരു ഇൻട്രോവേർട്ട്. ഇത് പറയാൻ മാത്രം അത് ഓൺ ചെയ്യാൻ ഞാൻ കുഞ്ഞമ്മേടുത്ത് വരട്ടെ. കണ്ടാടി ഇളയ മോക്ക് കൊടുത്ത് മക്കളെ 2 പേരെ കൊടുക്കാൻ. എന്തുകൊണ്ട് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കോ ഗൈസ്. ഇപ്പം ഭയങ്കര ചൂട്. നമ്മളൊന്ന് ഇച്ചിരി ഒരു 2 മണി കഴിഞ്ഞിട്ടായിരുന്നു, 3 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ചൂട് ഗൈസ്. വേണ്ടാണ്ട് നമ്മൾ കറക്റ്റ് നടുക്ക് നിൽക്കുക. കാണിച്ചു തരാമേ ഗൈസ്. നമ്മളിപ്പോൾ ഈ സൈഡിൽ കൂടെ പോവാം കേട്ടോ. ഭയങ്കര ചൂട് ഗൈസ്, ഭയങ്കര ചൂട്. സൺസ്ക്രീൻ മരത്തിൻ്റെ ചില്ല കണ്ടോ, കാലെടുത്തിട്ടേക്കുന്നത് കണ്ടോ. എന്തോ ഗൈസ് ഇതൊക്കെ മിക്കാറൊക്കെ വീഴും. അല്ലാ എന്റെ കൊച്ച് നിന്നെക്കാളും നല്ലതായിട്ട് കൊഞ്ഞണം കുത്ത അറിയാവുന്ന കേട്ടോ. പറയുന്നത് ഏറ്റവും പറയാതിരിക്കുന്ന ആ വൈലറ്റ് കൂടെ കൊഞ്ഞം കുത്ത അറിയത്തില്ല. ചാര് കണ്ടോ, കണ്ടോ ഇങ്ങോട്ട് നോക്കി കുത്തി കൊടുക്കും കണ്ടോ. കൊഞ്ഞക്കുത്തുകാരിയ ഗൈസ്. അല്ല 2 പേര് കണ്ടോ കൊടയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. കൊട താത്ത് കുഞ്ഞമ്മ, ഇച്ചിരി വെയിൽ കൊള്ളു. ഭയങ്കര ചൂട് ഗൈസ്. ആ കൊട എനിക്ക് ഭയങ്കര ചൂട് ഗൈസ്. എൻ്റെ പൊന്നെ ഞാൻ എന്തൊരു സംസാരമാ.
കുറച്ച് ഇന്നലെയും കൂടെ എൻ്റെ അഖിൽ ചേട്ടൻ എന്നെ ഉപദേശിച്ചതേ ഉള്ളൂ, കുക്കുവിൻ്റെ സംസാരം കുറയ്ക്കുക. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ കിട്ടേണ്ട ഇച്ചിരി കൂടെ. ചേട്ടൻ അത്ര സംസാരിക്കുന്നേ ഇഷ്ടമല്ല. അഖിൽ ചേട്ടൻ്റെ കൂടെ വന്നാലും അങ്ങനെ സംസാരിക്കാം. അല്ല അഖിൽ ചേട്ടൻ ആകെ മിണ്ടിയത്. ഞാൻ പറഞ്ഞു എങ്ങോട്ട് വന്നപ്പോ ഉണത്തിയില്ലേന്ന് പറഞ്ഞപ്പോ പറയണേ നമുക്ക് അവിടെ ഇറങ്ങാം കേട്ടാ. അയ്യോ എന്റെ പാന്റ് നനയും. ഇതെന്തു ഇതിന് ഇവിടെ അതെടുത്ത് കൈ വെച്ചോ തറ പൊട്ടിയിരിക്കുന്ന ഫോണാ. അതുകൊണ്ട് കഴിച്ച് അവിടെ ഇറങ്ങാമേ. അവിടെ ഇറങ്ങാം. ഒന്നും കടിക്കത്തില്ല ഗൈസ്. നമുക്ക് ഇറങ്ങാമേ. നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇറങ്ങാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. ജാക്കറ്റൊക്കെ ഊരിക്കോളാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുവേ. പാൻറ് ഞാൻ എൻ്റെ പാൻറ് എന്തോ ചെയ്യും? അതാ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടെ വഴക്ക് പറഞ്ഞ ഒരു ചുണിദാർ ഇട്ടുകൊണ്ട് വന്നേക്കുന്നെന്ന് പറഞ്ഞു. ചാരു ജീൻസ് ഇട്ടിട്ടായിരുന്നു. പക്ഷെ അതാ ബുദ്ധിയതാ, ഭയങ്കര ബുദ്ധിയാ. ഇത് ചാടാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധനം വെച്ചങ്ങ് പോവാ. നമ്മൾ ഇറങ്ങാൻ പോവാ ഗൈസ്. ചെരുപ്പൊക്കെ കണ്ട് ഇവിടെ ഊരിയിട്ട് കേട്ടോ. ഇങ്ങനെ ഗൈസ് എൻ്റെ ഫോൺ പോകരുത് കേട്ടോ. പോയിട്ട് വരട്ടെ ഗൈസ്. പോ ഗൈസ്. ഞാൻ ഇറങ്ങുന്ന വീഡിയോ ആരും എടുക്കും? നന്ദു വ്ളോഗ്സ് വരുന്നില്ലേ? നന്ദു വ്ളോഗ്സിന് പേടിയാ. നന്ദുവണ്ണൻ എന്നെ ആനയുടെ അടുത്തൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാ കുഞ്ഞമ്മേ. നമ്മള് പോവാണ്. ഇവിടെ ഒട്ടും ആരുമില്ല. അതാ ഞാൻ കാറി ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന്. കണ്ട ഇത്ര ആഴേ ഉള്ളൂ. നല്ല രസമുണ്ട്. എന്റെ സങ്കടം മാറി കിട്ടി. അതാണ് ലോറി. ഇല്ലെങ്കിലും എന്റെ മുടിക്കൊക്കെ നല്ല മണമാണ്. ഭയങ്കര സുന്ദരിക്കേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപമാനിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതാക്കുന്നുണ്ട്. അതാ വെള്ളത്തിൽ അങ്ങനെ വീഴുക. ഫോട്ടോ ഒരു തോർത്തും കൂടെ അങ്ങ് മേടിച്ചു കൊടുക്കും. ആണല്ലേ? ഇല്ല ഇവിടെ മണലിന്റെ ഇതാ. ഇല്ല കുഞ്ഞമ്മ ഇവിടെ അതുകൊണ്ട് അവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഇറങ്ങുമ്പോ പാന്റ് സത്യത്തിൽ ഇവിടെ ബുദ്ധിമതിന്ന് തോന്നി. ഇവിടെ മറ്റേന്താന്ന് പറയുമ്പോ പാന്റ് ഇത്രയും പാന്റ് അയ്യോ മണലിൽ ചവിട്ടുമ്പോഴേ നല്ല രസമുണ്ട് ഗൈസ്. നമുക്ക് ഭയങ്കര ധൈര്യം കേട്ടാ. അല്ലേ ഗൗരിക്കുട്ടാ? വേണ്ട പക്ഷെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? നമ്മളിവിടെ ഇറങ്ങുന്നായിരുന്നു. ഈ പാന്റ് തകർക്കാൻ പറ്റത്തില്ല. പാന്റ് തകർത്ത് ഉണങ്ങാൻ ഭയങ്കര പാടാ. ഇവിടെ ചിലർക്ക് തന്നെ ഒരു വിലയില്ല. ചാരു നിനക്കൊന്നും പറയാനില്ലേ? പക്ഷെ അത് പ്ലേ ആയോന്ന് അതിന്റെ ആ എക്സൈറ്റ്മെന്റും ഉണ്ട്. ഞാനേ ഞങ്ങൾ ആശുപത്രി പോയി കേട്ടോ അഖിൽ ചേട്ടനായിട്ട്. അപ്പൊ അവിടെ വെച്ച് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചു SNG പിടിച്ചാണ്. അയ്യോ എന്റെ പാന്റ് ആഴം കൂടി പോകുന്നുണ്ടോ കൂട്ടാ? മരത്തിന്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാനായിരിക്കും. കൊട്ടാരക്കര അമ്പലത്തിൽ പിന്നെ അല്ല ഇപ്പം പോകുമ്പോ അറിയും. എന്തോ ഗായ്സ് ഇപ്പൊ ഞാൻ ഇത് ഫേമസ് ആയി വരുന്നു. നിനക്ക് തന്നെ അറിയില്ലേ? നമുക്ക് 300 ഫോട്ടോ എടുക്കാം. വായോ
മുടി ബാക്കിലിടടി. അതെ ഈ മുടി അങ്ങ് പറന്നങ്ങ് പോവുക. സ്ലൈഡ് കുത്തിയത് ശരിയായില്ല. ഞാൻ സ്ലൈഡ് ഊരി വെച്ച് ഇവളുമാര് പറഞ്ഞു ഊരി വെക്കെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഊരി വെച്ച്. താണ്ട പകുതി നനഞ്ഞ് കുഞ്ഞമ്മ ഇവിടെ നിൽക്കുക. കണ്ട ചാരി അല്ല അവളുമാര് തോന്നില്ല അതിന്റെ ഇടയ്ക്ക് കണ്ടു പോയി. എവിടെ പോയി വേണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ എന്തെന്നാ കണ്ട ഗൈസ് നിൽക്കോ ഈ നല്ല വെട്ടമുണ്ട്. ഇവളെടുത്ത് തരുവടി. അത്ര കൊള്ളാത്തേക്ക് എടുത്തു തരാം. അങ്ങോട്ട് നിൽക്കും. കണ്ടോ ഗൈസ് കറക്റ്റ് സ്വഭാവങ്ങൾ അറിയുന്ന കണ്ടോ കറക്റ്റ് കൂതറാ. വ്ലോഗ് വീഡിയോ കണ്ടോ ഈ പെണ്ണെന്നെ എന്തൊക്കെ വിളിക്കുന്നു. ഗൈസ് ഇവരെല്ലാം പോയി ഫോട്ടോ എടുത്ത് ഞാൻ ഇനി പോയി സിംഗിൾ ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞു. ഞാൻ കാറിൽ കയറിയിട്ട് ഞാൻ സമാധാനമായിട്ട് പറയാം. ഇവരാരും നിനക്ക് എന്തെങ്കിലും പറയാണ്ടോടി ശരി? ഗൈസ് എന്ത് ചെയ്യാനാ? ഇതിനി എത്ര പേരെടുത്ത് പറയണമെന്ന് അറിയാമോ? അവര് കേട്ടോ ഇനി അടിക്കും ഇനി അടിക്കുന്നോണ്ട് അറിയുന്നില്ല ഞാൻ നല്ല രസമുണ്ട്. അതെ അവളുമാരെന്തിയേ? ക്യാമറമാൻ ഗൗരിയോടൊപ്പം യൂട്യൂബറായ ചെറിയ യൂട്യൂബറായ ഇപ്പൊ എന്നെ 2-3 പേര് തിരിച്ചറിയാം. അതെ ഫാൻസ് ഒക്കെ തിരിച്ചറിയുന്ന വൈഷ്ണവി. അങ്ങോട്ട് വെള്ളം ആഴം കുറച്ച് കൂടുതലാ. ഒത്തിരി ആഴം കൂടുതൽ. പാവം ഞാൻ എന്തുവാ ഇവൾക്കൊരു യൂട്യൂബർ ആവണോന്നല്ലേ പറഞ്ഞേ? യൂട്യൂബ് കൊടുക്ക് പഠിക്കട്ടെ. മാറേണ്ടത് ശയ്യ. ആരുവിനെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് കുറച്ച് വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതത്ര നടന്നില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൺട്രോ തുരുത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചു. ചില ആൾക്കാർ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഞാൻ പോകുന്നതും എന്നെയും കാണിക്കത്തേ ഉള്ളൂ, പിന്നെ കുറേ ഡയലോഗുകൾ മാത്രമേ അടിക്കത്തുള്ളൂ, എന്നാൽ പോയ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളോ അങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ലെന്ന് കുറേ പേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അറിയാവുന്ന 2-3 കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അത്ഭുതപ്പെടും ഇതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്കും ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് 10 പേര് അറിയട്ടെ എന്ന് വിചാരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. ഗുണ്ടസ് എടി രാജേന്റെ പുതിയ പേരേ കേട്ടോ ഗുണ്ടസ്. കിട്ടി ഇൻട്രോ പോലെ അത് കൊടുക്കാം. അങ്ങോട്ട് ആഴമുണ്ട്. അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല ആഴമുണ്ട്. എനിക്ക് 2 ഫോട്ടോ എടുത്ത് തരണേ കുട്ടാ. ഇതുപോലെ നമ്മളിവിടെ വന്നപ്പോൾ അവിടെ ഒരു ഫാമിലി നിൽപ്പുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു വൈഷ്ണവിയാണോ വീഡിയോ ചെയ്യുന്നവർ ആണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു അതെ. അപ്പം പറഞ്ഞു കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിനായിരുന്നു ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചില്ലേ അങ്ങനെ ചിരിച്ചിരുന്നത്. ഈ കുട്ടൂനെ കൊണ്ട് പോവുക. ബൈ എൻ്റെ അമ്മേ ഇതിനകത്തിങ്ങനെ ഇത് മണലാ ഗൈസ് കണ്ടോ? അതെ കണ്ടോ ഞാൻ കാണിച്ചു വന്നില്ല കേട്ടോ സോറി. ഇതിന് ഇങ്ങനെ ഇതിന് 21 പറയത്തില്ല. ഇതിന് 18 അങ്ങോട്ട് ആവുന്നത് പറയുന്നുള്ളൂ. ആണോ? അയ്യോ സോറി. മഴ ചാർന്നു. കൊള്ളാം ഗൈസ്. അന്തു വ്ളോഗ്സ് ഇരിക്കുന്നുണ്ടോ? കണ്ടോ? അയ്യോ എൻ്റെ അണ്ണ കണ്ടോ ആദ്യം കണ്ടോ ഗൗരി അണ്ണാ ചാറ്റതാ കണ്ടോ? വെള്ളം പേടിയാ എൻ്റെ അണ്ണന് കേട്ടോ ഗൈസ്. അല്ലേ അണ്ണാ? വെള്ളത്തിൽ കളിച്ചവനാന്ന് പറയും അല്ലേ അണ്ണാ? അണ്ണ വിചാരിക്കും ഇവളെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊള്ളാം ഗൈസ്. നല്ല രസം. ഇല്ല ഞാൻ പോയില്ല. കണ്ടോ അതാ എല്ലാം എടുത്തിട്ട് നന്ദുണ്ണ കേട്ട എണ്ണ നേരത്തെ. ഞാൻ എന്നാലും കാറിൽ കയറിയിട്ട് ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. എന്നാലും ഇന്ന് ഗോകുലത്തിൽ ചെന്നിട്ട് നമുക്ക് പറയണം നമ്മുടെ ഫാനിനെ കണ്ടെന്ന്.
എൻ്റെ ഫോട്ടോ എടുക്കുവാണോ? പറഞ്ഞിട്ടൊക്കെ എടുക്കണം കേട്ടോ, ഞാൻ ചിരിക്കണേ. വേണോന്നില്ല. നമ്മളങ്ങനെ ഇതിന് വെള്ളത്തിൽ നിന്ന് അവസാനം വെള്ളത്തിൽ നിന്ന് അവസാനം വള്ളത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കോട്ടിടണോ? സത്യത്തിലേ കുഞ്ഞമ്മയ്ക്ക് ഈ നന്ദുവണ്ണനെക്കാട്ടിലും പേടിയാ. എന്റെ ചാരുവിന് എന്നെ എത്ര ഉത്തരവാദിത്വം അല്ലേ ചാരു? ഈ കുഞ്ഞമ്മ അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. തിരിഞ്ഞിരി. അതാ ഇവരുടെയൊക്കെ മോന്ത എപ്പോഴും കാണുന്നില്ലയോ ഈ കാഴ്ച? അയ്യോ അയ്യോ. എന്നാ പിന്നെ ചേച്ചിയുടെ അടുത്തിരിക്കണ്ടായിരിക്കും. ഓ ഗൈസ്, ഞാൻ പറഞ്ഞ മുമ്പോട്ടിരിക്കാനാ, അതിനകത്ത് തഗ് കണ്ടുപിടിക്കാൻ വന്നേക്കുന്നു. കണ്ടോ? അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ മീൻ പിടുത്തവും ചെമ്മീൻ വളർത്തലും ഒക്കെ കേട്ടോ. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ചെമ്മീൻ കെട്ടുകൾ എന്നാണ് കേട്ടോ. ചെമ്മീൻ കെട്ടുകൾ ഇതാണ്ട് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇതിനകത്തൊക്കെ ചെമ്മീൻ വളർത്തിയേക്കുവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കണ്ടൽക്കാടുകളിലൂടെ വരുന്നേ എന്താ കെമിക്കലൊന്നും ചേരാത്ത ജൈവവളങ്ങൾ തിന്നാണ് ഈ മീനുകൾ കൊഞ്ചുകളും ഒക്കെ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടോ എന്തോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേലിയേറ്റ സമയത്തും കായലിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളും കൊഞ്ചുകളും ഇവർ സ്വാഭാവികമായ രീതിയിൽ വളർത്തുന്നത് ഇവരുടെ ഒരു പ്രത്യേക കൃഷി രീതിയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് എത്രത്തോളം കറക്റ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഏതോ ഒരു ഓർമ്മയിലാണ് വെച്ച് കാച്ചുന്നത്. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു കറക്റ്റല്ല, ഒരു 100% ഉറപ്പില്ലാത്ത കാര്യം എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്തൊക്കെ എല്ലാം കറക്റ്റ് ഉണ്ട്. അഥവാ ഒരു മിസ്റ്റേക്ക് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ ഒന്നും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇതിനകത്തൊന്നും വലിയ തെറ്റൊന്നും വന്നിട്ടില്ല, കറക്റ്റായിരിക്കും. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള ഞാൻ പോകുന്ന സ്ഥലത്തെ തമാശകളും എൻ്റെ കുറച്ച് അലവിലാതി വർത്താനങ്ങളും ഫുൾ ഓൺ ലൈവുമായിട്ടുള്ള കുറച്ച് അടിപൊളി നിമിഷങ്ങളും ഒക്കെയാണ്. നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും അവിടുത്തെ ചരിത്രവും പ്രത്യേകതകളും ഒക്കെ ഉൾപ്പെടുത്തി കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്നതാണോ അതോ ഞാൻ നോർമലി ചെയ്യുന്ന വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ പെണ്ണ് വെള്ളത്തിൽ കാലിട്ടത് കൊണ്ട് ഞാനും ഇട്ട് കേട്ടോ. അതെ, എല്ലാവരും ഇട്ട്. അതാ എനിക്ക് പറയാനുള്ളത്. അന്തു വ്ളോഗ്സ് ഹായ് പറ കുഞ്ഞമ്മേ. നന്ദോണം വീഡിയോ എടുത്തു കഴിയുമ്പോൾ എല്ലാം ഇങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒരു സെൻറ്ററിൽ കൂടെ നല്ല രസമായിട്ട് പോവാം. കണ്ടോ, നല്ല ഭംഗിയില്ലയോ? കണ്ട മുഖം മാറ്റി വെച്ചിട്ട് കാണിക്കും. കുഞ്ഞമ്മ ഇതിനകത്തോട്ട് ഇട്, കൊണ്ടുപോണ്ട തിരിച്ച്. ഓ ഗായ്സ്, സത്യം ഗായ്സ്, ഒന്നുണ്ടെങ്കിൽ ഒലക്കിട്ട് അടിക്കണം. എന്നാണ്ട് ഇതിന്റെ എനിക്ക് അറിയത്തില്ല ഈ അരുണിമ അവളുടെ വീട്ടിൽ എങ്ങനെ സഹിക്കുന്നു. ഗൗരി ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ എങ്ങനെ സഹിക്കുന്നില്ല? നന്ദു വ്ളോഗ്സ് ആരാ? അഖിലല്ലേ പാവ? ഞാനാ പാവ. ഈ കുഞ്ഞമ്മയ്ക്ക് ആമ്പിള്ളാരെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അഖിൽ ചേട്ടനെ മോനെ എന്ന് വിളിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഞാൻ മോനോ അല്ലെങ്കിലും അമ്മമാർക്ക് ആമ്പിള്ളാരോടല്ലേ കൊള്ളാൻ കഴിച്ച് നല്ല കാറ്റ്, നല്ല രസമുണ്ട്. ഗായ്സ് ഉണ്ടല്ലോ, ഓന്തിന്റെ സ്വഭാവമുള്ള ഗായ്സ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. ഗായ്സ് വാ ഗായ്സ്, ട്രിപ്പിൽ പോവാ. ഞാൻ പറയാം ഗായ്സ്, ഇല പിച്ച് തരുന്നു. എന്തിനാണ് ചാരു തന്നത്?
1.5 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം കരയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വ്ളോഗിന് ഞാൻ തന്നെ ഇവിടെ വെച്ചൊന്ന് അവസാനം ഇടുവാണ്. സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. കാര്യം എല്ലാം കൂടെ ഇതിനകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ബൈ ബൈ, ടാറ്റാ, ലവ് യു.